എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഭഗവാന്റെ പരമഭക്തനായ വില്ലമംഗല സ്വാമിയാരെ കുറിച്ചിട്ടൊരു കഥയാട്ടോ പറയണത്. വില്ലമംഗല സ്വാമിയാരെ എല്ലാവർക്കും അറിയാം. കാരണം ഭഗവാൻ നേരിട്ട് മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. നേരിട്ട് ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ് വില്ലമംഗലം. യഥാർത്ഥ രൂപത്തിൽ ഭഗവാനെ കണ്ടിട്ടുള്ള ഒരാളാണ് വില്ലമംഗലം. അപ്പോൾ ഒരു ദിവസം വില്ലമംഗല സ്വാമിയാർ സാളഗ്രാമ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉണ്ണിക്കണ്ണൻ്റെ രൂപമായിട്ട് അതായത് ഒരു ഉണ്ണിക്കണ്ണൻ ചെറിയ കുട്ടി രൂപം ധരിച്ചിട്ട് ഭഗവാനെ അവിടെ എത്തുകയാണ്. എന്നിട്ട് ഓരോ വികൃതികൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. പക്ഷേ വില്ലമംഗലത്തിന് അത് ഉണ്ണിക്കണ്ണനാണെന്ന് അപ്പം മനസ്സിലായില്ല. അപ്പോൾ എന്താ പറയുക, വില്ലമംഗലത്തിൻ്റെ കണ്ണ് വന്നിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കുക, പിന്നെ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. പെട്ടെന്ന് അപ്പോൾ ദേഷ്യം വന്ന് വില്ലമംഗലം പുറം കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അവിടുന്ന് പറയും. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, അപ്പോൾ വില്ലമംഗലത്തിനോട് കുട്ടി പറയുകയാണ്, അവിടുന്ന് എൻ്റെ പുറം കൈ കൊണ്ട് തട്ടി മാറ്റിയില്ലേ, തീരെ വേണ്ടാത്തതിനല്ലേ പുറം കൈ കൊണ്ട് തട്ടി മാറ്റുക. അപ്പോൾ വില്ലമംഗലത്തിന് എന്നെ വേണ്ടാതായോ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വില്ലമംഗലം ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ വില്ലമംഗലത്തിന് മനസ്സിലായി ഭഗവാനാണ് അത് എന്നുള്ളത്. അതായത് ഞാൻ ആരെ കിട്ടാൻ വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടപ്പോൾ ഞാൻ ഈ പൂജയൊക്കെ ചെയ്യണത്, ആ ഭഗവാനെ തന്നെയാണോ ഞാൻ തട്ടി മാറ്റിയതെന്ന് അപ്പോൾ തോന്നുന്നു. ഭഗവാൻ പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ഇനി ഞാൻ ഇങ്ങോട്ട് വരിക ചെയ്യില്ല, ഇനി എന്നെ കാണുന്നുണ്ടെങ്കിൽ അനന്തംകാട്ടിലേക്ക് വന്നാൽ മതി പറയണം. ഇത് പിന്നെ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി കുട്ടി. വില്ലമംഗലം ആകെ ക്ഷീണിച്ച് വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി കുറേ കരഞ്ഞ് വിളിച്ചു നോക്കി, ഭഗവാനെ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ആകെ തളർന്ന് എവിടെയാണ് ഈ അനന്തംകാടെന്നും അറിയില്ല. അങ്ങനെ ഭഗവാനെ അലഞ്ഞ് നടക്കുകയാണ് വില്ലമംഗലം. അങ്ങനെ നടന്ന് സന്ധ്യാസമയമായി. അപ്പോൾ ഒരു കാടിൻ്റെ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ശബ്ദം കേൾക്കാണ്ട്, മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കാണ്ട്. അപ്പോൾ അതൊരു കുടിലിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കണത്. സ്വാമിയാർ വേഗം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഒരമ്മ മകനെ ചീത്ത പറയുകയാണ്, നീ ഇങ്ങനെ വികൃതി കാണിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ അനന്തംകാട്ടിൽ കൊണ്ടാക്കുന്നു. ഇത് കേട്ട പാടെ സ്വാമി ആ അമ്മയുടെ കാൽക്കൽ വീണ് ചോദിക്കുകയാണ്, അമ്മ എവിടെയാണ് ഈ അനന്തംകാടെന്ന്. അപ്പോൾ അമ്മ ദൂരേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുക, അത് ആ കാണുന്നതാണെന്ന്. ഇത് കേൾക്കൊഴിവില്ല. വേഗം സ്വാമിയാർ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ എന്താ കാണുന്നത്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അനന്തനെ പള്ളിമെത്തയാക്കി പള്ളി കൊള്ളുന്ന ശ്രീ പത്മനാഭൻ, അരികിൽ ആരുമുണ്ട്, മഹാലക്ഷ്മിയുണ്ട്. അപ്പോൾ സ്വാമിയാർ അടുത്തെത്തിയപ്പോൾ അത് വേഗം ഉണ്ണിക്കണ്ണൻ്റെ രൂപമായി. പീലി തിരുമുടിയൊക്കെ വെച്ചിട്ട് ഒരു കള്ള പുഞ്ചിരിയോട് കൂടി വില്ലമംഗലത്തെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. അപ്പോൾ സ്വാമി വേഗം കണ്ണൻ്റെ കാൽക്കൽ വീണ് ക്ഷമാപരാധമൊക്കെ നടത്തി കരഞ്ഞ് വിഷമങ്ങളെല്ലാം മാറി അവിടെ വെച്ചിട്ട് എന്നെ ഭഗവാന് പൂജ നടത്തി. ആ സ്ഥലത്താണ് അനന്തപത്മനാഭസ്വാമി സാന്നിധ്യം കുടികൊള്ളുന്നത്.